വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. വിശ്രമിക്കുവാൻ മനസ്സിന്, ജീവിതത്തിന് ഒക്കെ വിശ്രമവും സ്വസ്ഥതയും കിട്ടണമെങ്കിൽ നല്ല വഴികൾ തെരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകന്റെ പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ അല്ലെങ്കിൽ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ വഴികളെ ഹല്ലേലൂയ നോക്കി, അഥവാ പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കണം. പ്രൈസലോ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കുമെന്നാണ്. ഇപ്പൊ ജനം എന്താ പറയുന്നത്? അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറഞ്ഞു. ദുശാഠ്യമുള്ള ഒരു തലമുറ, മത്സരമുള്ള തലമുറ. ഹല്ലേലൂയ. ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നവർ, ജനത്തിന്റെ പാപങ്ങളെ ലഘുവായി കാണുന്നവർ, ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് തക്ക ശിക്ഷ അല്ലെങ്കിൽ അതിന് തക്ക പ്രതികാരം, അതിന് തക്ക അമലിയ ന്യായവിധി ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവയെ ഗണ്യമാക്കാതെ മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളിൽ ലഘുവായി കണ്ടുകൊണ്ട് വീണ്ടും പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു കാലഘട്ടം യിരെമ്യാവിന്റെ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ജനത്തിന് മുറിവിന് ലഘുവായി ചികിത്സിക്കുക. മനുഷ്യൻ ചെയ്തു കൂട്ടാൻ പാപങ്ങൾക്ക് തക്കതായ പ്രതിഫലം ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവയെക്കുറിച്ച് വേണ്ടത്ര സുബോധത്തോടെ അത് അല്ലെങ്കിൽ ആ പാപത്തിന് പരിഹാരം വരുത്താതെ അവർ തന്നിഷ്ടപ്രകാരം ജീവിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് യിരെമ്യാവ് പറയുന്നത്, പഴയ പാതകളിലൂടെ പോകാതെ പതഞ്ഞു കിടക്കുന്ന ഒരനുഭവമുണ്ട്. ചില സമുദ്രത്തിന്റെ, ചില വെള്ളത്തിന്റെയൊക്കെ ചില സ്ഥലങ്ങളിൽ ചെല്ലാങ്കി പതഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിയും. പതഞ്ഞു കിടക്കുന്ന വെള്ളം അവിടെ ചെല്ലിന്റെ ചേറും ചെളിയും കെട്ടിക്കിടക്കുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ കഴിയും. അങ്ങനെ പതഞ്ഞു കിടക്കുന്ന പാപം കൊണ്ട് നിറഞ്ഞപ്പെട്ട് കിടക്കുന്ന ഒരനുഭവത്തിന്റെ നടുവിലേക്ക് ജനം പോകാതെ പഴയ പാതയിൽ നടന്ന് പുതിയത് നല്ല വഴി ഏതാണെന്ന് മനസ്സിലാക്കണം. പ്രൈസലോ. അപ്പൊ നല്ല വഴിയെ നടക്കുവാൻ ഒരു തയ്യാറായാൽ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ, അവന്റെ മനസ്സിന്റെ ഹൃദയത്തിൽ വിശ്രമം, സ്വസ്ഥത കിട്ടും. ഹല്ലേലൂയ. മനുഷ്യൻ തങ്ങളുടെ പാപത്തെ മൂടി വെച്ച് നടക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹെരോദാവിന്റെ അനുജന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന ഹെരോദാവിനോട്, നിന്റെ അനുജന്റെ ഭാര്യയെ നീ നിനക്ക് ഭാര്യ എടുക്കുന്നത് വിഹിതമല്ലെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞപ്പോൾ സ്നാപകൻ യോഹന്നാന്റെ തല ശിരശ്ചേദം എന്ന് പറഞ്ഞാൽ പാപത്തെ വിളിച്ചു പറഞ്ഞാൽ പാപത്തെ യഥാർത്ഥമായി ബോധ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. അതുകൊണ്ട് പലരും ഇന്നും പാപത്തെ വേണ്ടതുപോലെ ഉപദേശിച്ചു കൊടുക്കാതെ, പാപത്തിന് വേണ്ടുന്ന പരിഹാരം, നിർദ്ദേശങ്ങൾ കൊടുക്കാതെ സഭയ്ക്കകത്ത് പോലും അല്ലെങ്കിൽ ജനത്തിന്റെ മുറിവിനെ അഥവാ അവരുടെ പാപത്തെ ലഘൂകരിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് പാപം പ്രസംഗിക്കത്തില്ല, ദൈവസഭയ്ക്കകത്ത് അശുദ്ധിയെ പ്രസംഗിക്കത്തില്ല, ദൈവസഭയ്ക്കകത്ത് മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കത്തില്ല. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ നാളെ ഇവൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ദശാംശം കിട്ടിയില്ലെങ്കിൽ, സ്വോത്രകാഴ്ച കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള പണത്തിന്റെ അത്യാർത്ഥി ശുശ്രൂഷകന്മാർ ഉള്ളിലും കയറിയിട്ട് അവർ പാപത്തെ ലഘൂകരിക്കുക, ശുശ്രൂഷയിൽ വെളിപ്പെടുത്തുക. അതിലൂടെ സഭ അശുദ്ധിയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ ചോദിച്ച് അതിൽ നടക്കാൻ പറയുന്നത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഈ ലോകത്ത് ജീവിക്കുമ്പോഴേ നമ്മൾ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനാണ്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ആകെ തുക എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഈ ജീവിതം ഇവിടെ അവസാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഹല്ലേലൂയ. ഈ ജീവിതം അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്തായിരിക്കും എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദുർനടപ്പ് വിട്ടോടണം. അശുദ്ധമായ വഴികളെ വിട്ട് നാം ദൈവിക സന്നിധിയിലേക്ക് മടങ്ങി വരണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ.
അപ്പൊ ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് വിശുദ്ധിയോട് ജീവിക്കുന്ന വിശുദ്ധന്മാർക്കാണ് ദൈവം സ്വർഗം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഒരു പാപിക്കും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ നല്ല വഴികളെ തെരഞ്ഞെടുക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തോട് പറയട്ടെ, ഭക്തിയുടെ വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് ഞാൻ ഭക്തനാണെന്നുള്ള ഭാവം മറ്റുള്ളവർ വെളിപ്പെടുത്തിക്കൊണ്ട് നീ ദിവസം തോറും പള്ളിയിൽ പോയതുകൊണ്ടോ ഉപസാരിച്ചതുകൊണ്ടോ നേർച്ച കാഴ്ചകൾ വഴിപാട് നടത്തിയതുകൊണ്ടോ നീ ഉത്സവത്തിനോ അല്ലെങ്കിൽ പെരുന്നാളിനോ വേണ്ടുന്നതെല്ലാം ചെയ്ത മറ്റുള്ളവർ ഒരുപാട് സഹായിച്ചതുകൊണ്ടോ നിത്യതയിലെത്താൻ കഴിയത്തില്ല. വേർപെട്ട കൂട്ടങ്ങളോട് പറയട്ടെ, ആത്മാവിൽ സത്യത്തിലും അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവജനമേ, നിങ്ങൾ നിങ്ങളുടെ പാപപ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെടാതെ നിങ്ങൾ എന്തെല്ലാം മറുഭാഷ പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞാലും ദൈവം കേൾക്കത്തില്ല. വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല നാനാവിധ ജാതിക്കാരോട് പറയട്ടെ, മനുഷ്യൻ തങ്ങളെ പാപത്തിന്റെ വഴികളെ വിട്ടിട്ട് ഹല്ലേലൂയ പുതിയ വഴികളെ തെരഞ്ഞെടുക്കണം. പാപത്തിന്റെ വഴികളെ വിടണം. ഇവിടെ പണത്തെക്കുറിച്ചോ നിങ്ങൾക്ക് പണത്തെക്കുറിച്ചൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം ന്യൂ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് പാപത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ഒന്നും പറയാൻ പറ്റത്തില്ല. അവരെല്ലാം അനുഗ്രഹത്തിന്റെ ശുശ്രൂഷകൾ മാത്രം ചെയ്ത് മനുഷ്യനെ പെട്ടെന്ന് ധനാഢ്യന്മാരാക്കിയ യോഗത്തിന് വന്നാൽ നിങ്ങൾ പണക്കാരാകും എന്ന് പറഞ്ഞ് മനുഷ്യന്റെ മനസ്സുകളെ മരവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന പ്രവചന ശുശ്രൂഷകാരും പ്രവാചകന്മാരും ക്രൈസ്തവ സമൂഹത്തിൽ പെരുകിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് മാത്രമല്ല ദൈവസഭയുടെ ശുശ്രൂഷയെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ സഭയ്ക്കകത്ത് ജഡികന്മാർ ഉയർന്നിരിക്കുന്നു. സഭയ്ക്കകത്ത് ജഡികന്മാരും പ്രാകൃതന്മാരും സ്ഥാനമാന മോഹികളും അധികാരികളും കൈക്കൂലി കൊടുത്ത് തോട്ട് വാങ്ങി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ജയിക്കുന്ന പോലെ കൈക്കൂലി കൊടുത്ത് അധികാരം സ്ഥാപിക്കാൻ വേണ്ടി അധികാരത്തിന് വേണ്ടി തമ്മിലടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ആത്മീയ നേതൃത്വം അടക്കം മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിന്റെ പാതകളെ വഴിയെ വിട്ടിട്ട് നിങ്ങൾ വഴികളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി അല്ലെങ്കിൽ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കി ആ നല്ല വഴിയിലേക്ക് വരണം. പ്രൈസ്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വിശ്രാമത്തിനുള്ള വഴി എന്താണ്? പഴയ പാതയാണ് നമ്മുടെ വിശ്രാമത്തിനുള്ള പാത. വഴി എന്താണ്? പഴയ പാതകളെ നോക്കി പുതിയ വഴി തെരഞ്ഞെടുക്കുക. ആദാം ഔവ മുതൽ ദൈവജനം എപ്രകാരം വിശ്രാമം പ്രാപിച്ചു, അതിനുവേണ്ടി അവർ എന്താണ് ചെയ്തത്, ദൈവജനം എപ്രകാരം വിശ്രാമം പ്രാപിക്കണം, അതിനുവേണ്ടി അവർ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആദം ഔവ തുടങ്ങിയ ആളുകൾ പാപത്തിൽ വീട് കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? പാപത്തിനവരെ പിന്തിരിപ്പിക്കുവാൻ, പാപത്തിനവർക്ക് മോചനം കൊടുത്ത് അവരെ നേരായ പാതയിലൂടെ നടത്തുവാൻ വേണ്ടി ഏദൻ തോട്ടത്തിന് യാഗം നടന്നിട്ടുണ്ട്. യാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നിഴലാണ്. തുടർന്ന് പിന്നിങ്ങോട്ട് വന്ന ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിലും വന്നുപോയ പാപത്തിന്റെ പ്രവൃത്തികളെ വിട്ട് പുതിയ പാതയിലൂടെ നടക്കുവാൻ വേണ്ടി പഴയ പാതയിലൂടെ നടന്ന വിശുദ്ധന്മാരെ നമ്മൾ നോക്കി പഠിക്കണം. പഴയ പാതയിൽ നടന്ന, പഴയ ജീവിതത്തിൽ നടന്ന, അവരുടെ ജീവിതത്തിൽ വന്ന പാപത്തിന് പരിഹാരം വരുത്തി അവരെങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ശ്രോതാവേ, നീ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ കൊണ്ടുപോയ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നീ വിശുദ്ധീകരണം പ്രാപിക്കണം. ആ വിശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ നമുക്ക് മുമ്പ് കടന്നുപോയ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിണിതമായി അവർ അനുഭവിച്ച ശിക്ഷകളെ നാം മനസ്സിലാക്കിക്കൊണ്ട് ആ പഴയ പാതകളെ നോക്കി നാം പുതിയ വഴിയിലേക്ക് വരണം. അല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനല്ലേ പഠിപ്പിക്കുന്നേ. അപ്പൊ ഇവിടെ നമുക്ക് ദൈവത്തിന് വചനം മനസ്സിലാക്കാൻ കഴിയുന്നതാ. അപ്പം വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാം, പാപപരിഹാര യാഗം അർപ്പിച്ചപ്പോൾ അവർ വിശ്രാമം പ്രാപിച്ചു. പഴയ നിയമ വിശുദ്ധന്മാർ ചെയ്ത പാപങ്ങൾക്ക് അല്ലെങ്കിൽ പാപത്തിന് പാപപരിഹാര യാഗം അർപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ പാപത്തിന് താൽക്കാലികമായി മോചനം കിട്ടി. അവർ പാപമോചനം പ്രാപിച്ചു, വിശ്രമം പ്രാപിച്ചു എന്ന് പഴയ നിയമ വിശുദ്ധന്മാരെ കാണാൻ പറയാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശ്രമാവി, പുതിയ നിയമ വിശ്വാസിയോട് പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ പാപത്തിന് പരിഹാരമായി ഇന്നേക്ക് 2026 വർഷം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശു ക്രിസ്തുവിന്റെ ആ കാൽച്ചുവടുകളെ നമ്മൾ പിന്തുടരണം. ഹല്ലേലൂയ.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പാപപരിഹാരയാഗം നടന്നു. അത് കാൽവറിയിൽ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പാപത്തെ നാം പൂർണ്ണമായി ഏറ്റുപറഞ്ഞിട്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ നാം പിന്തുടരണമായിരിക്കണം. ഹല്ലേലൂയ. തന്നെ ദൈവജനം പഠിപ്പിക്കുന്നത് ഇസ്രായേൽ ജനങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ നിർബന്ധം പിടിച്ചപ്പോൾ കർത്താവ് അവരെ അന്യ രാജാക്കന്മാരുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ദൈവത്തോട് മറുതലിച്ചു. അവരെ നടത്തിയുള്ളവൻ മറുതലിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവരെ അന്യ രാജാക്കന്മാരുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്തു. അവിടെ വെച്ച് അവർ താഴ്ത്തപ്പെട്ടു, വിശ്രാമമില്ലാത്തവരായി തീർന്നു. അല്ലെങ്കിൽ അന്യ രാജ്യത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവരവിടെ വെച്ച് താഴ്ത്തി, അവർക്ക് വിശ്രാമമില്ലാതെ വന്നു. ഹല്ലേലൂയ. ആമേൻ. ആ സമയത്ത് അവർ കർത്താവിനെ നോക്കി നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപം മുഖാന്തരം എന്ത് ചെയ്തു? അബ്രഹാമിന്റെ സന്തതി 400 വർഷങ്ങൾ, 430 വർഷത്തിലധികം ഹല്ലേലൂയ അന്യദേശത്ത് പരദേശിയായി പാർക്കേണ്ടി വന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അന്യദേശത്ത് തടവുകാരെ പോലെ, അടിമകളെ പോലെ പാർക്കേണ്ടി വന്നു. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് നമ്മുടെ സ്നേഹിതേ, ആമീൻ, അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ ആമീൻ ചെയ്ത നിയമത്തെ ഓർത്ത് വീണ്ടും തങ്ങളുടെ ദേശത്തിലേക്ക് അവർ വിശ്രമിക്കുവാനായി അനുഗ്രഹം പ്രാപിച്ചു. ഇസഹാക്കും യാക്കോബും ഹല്ലേലൂയ യാക്കോബും ഒക്കെ ഹല്ലേലൂയ നിലവിളിച്ച് ആ പ്രാർത്ഥന യഹോവയായ ദൈവം കേട്ടതുകൊണ്ട് എന്ത് ചെയ്തു? ആമീൻ. അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അവരുടെ നിലവിളി സ്വർഗ്ഗത്തിലെ ദൈവം കേട്ടു. അവർ കണ്ണുനീര് കണ്ടു. അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം മോശെ എന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ മടക്കി വരുത്തി അവർ വിശ്രാമം കൊടുത്തു. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതന്മാരെ, ആമീൻ, പഴയ നിയമ വിശുദ്ധന്മാർ, പഴയ നിയമ ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ അവരെ അന്യ രാജാക്കന്മാർക്ക് വിട്ടുകൊടുത്ത് അവർ അവിടെ കിടന്ന കഷ്ടത അനുഭവിച്ചപ്പോൾ അവരുടെ നിലവിളി കേട്ടൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ മാറ്റിക്കളഞ്ഞ് നീ മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. നിനക്ക് വിശ്രാമമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീരാണ്, ദുഃഖമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ മാത്രമാണ്. നിനക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല. ജീവിതം അടുത്ത നിരാശയുടെ സങ്കടത്തിന് നടുവിലൂടെ കടന്നു പോകുകയല്ലേ? എവിടെയാണ് ഒരു നന്മ കിട്ടുന്നത്? എവിടെയാണ് ഉയർച്ച കിട്ടുന്നത്? എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമെന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ അല്ലെങ്കിൽ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് സത്യവേദ പുസ്തകങ്ങൾ തന്നിരിക്കുന്നത്. സത്യവേദ പുസ്തകം ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത് എന്തിനാണ്? നമ്മൾ കഴിഞ്ഞകാല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, അതെന്താണ് അവർ ചെയ്തത്? അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടപ്പോൾ, അവർക്ക് വിശ്രമമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെങ്ങനെയാണ് വിശ്രമം കണ്ടെത്തിയതും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതെന്നും സത്യവേദ പുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ വചനം വായിച്ചിട്ട് എന്ത് ചെയ്യണം? നീ നല്ല വഴിയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അവിടെ നിലവിളി കേട്ട ദൈവമുണ്ട്. അപ്പം പഴയ പാത എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റെന്താണ് ഉണർത്തുന്നത്? പഴയ പാത എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അതിന് ചിന്തിക്കുന്നത്? അതെ, ശബ്ബത്ത് ദിവസം ലംഘിച്ചപ്പോൾ അവർക്ക് വിശ്രാമം നഷ്ടപ്പെട്ടു. അതുപോലെ 7 വർഷം വിശ്രമിക്കാതെ തങ്ങളുടെ നിലത്തിൽ കൃഷി ചെയ്തപ്പോൾ കർത്താവ് അവരെ അന്യജാതിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ 7 വർഷം ആമേൻ കുടുംബം എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രം കൃഷി ചെയ്യപ്പെടാവുള്ളൂ. അതൊക്കെ അവർ ലംഘിച്ചപ്പോൾ എന്ത് ചെയ്തു? അവരെ അന്യജാതിക്കാരുടെ കയ്യിലേൽപ്പി. ഇസ്രായേലിൽ വീണ്ടും ശബ്ബത്ത് ദിവസം ആചരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ കർത്താവ് അവരെ വീണ്ടും സ്തോത്രം വീണ്ടും അവരുടെ ദേശത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ശബ്ബത്ത് ലംഘിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല 7 വർഷം വിശ്രമിക്കാതെ നിലത്തിൽ കൃഷി ചെയ്തു. ഹല്ലേലൂയ. അതുപോലെ നിലത്തു അവരെ അന്യ രാജാക്കന്മാർ കേൾപ്പിച്ചു കൊടുത്തു. അവർ വീണ്ടും ശബ്ബത്ത് ആചരിച്ചപ്പോൾ അവർ 7 വർഷം നിങ്ങൾ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ വീണ്ടും അവരുടെ നിലവിളി കേട്ട് സാഹചര്യത്തെ ദൈവം മടക്കി വരുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ഞാൻ മുമ്പ് പറഞ്ഞു, ഭക്തിയുടെ വേഷം ധരിച്ച് വേഷഭൂഷാനിൽ അലിഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ പാപസുങ്ങൾക്ക് വീട് പോകരുത്. അത് രാവിലെ എഴുന്നേറ്റ് മദ്യഷാപ്പിലേക്ക് ഓടുന്നു, അത് രാവിലെ ബീവറേജിലേക്ക് ഓടുന്നുവോ, കള്ളുഷാപ്പിലേക്ക് ഓടുന്നതോ അല്ല പ്രാധാന്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൽ ജഡികമായ ജീവിത സാഹചര്യങ്ങൾ, പരസംഗങ്ങൾ, ദൈവം വെറുക്കുന്ന പാപങ്ങൾ, വ്യഭിചാരങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, ലഹരികൾ എന്നുവേണ്ട സകല ചൂതാട്ടങ്ങൾ, സാത്താൻ പിശാച് ഏത് വിധത്തിൽ മനുഷ്യനെ തകർക്കത്തക്ക നിലയിൽ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാചിന്റെ കെടിയിൽ വീണ് ക്രൈസ്തവ സമൂഹം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. നീ മാനസാന്തരത്തിൽ മടങ്ങി വരണം.
ഹല്ലേലൂയ. ദൈവം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക നമ്മളെ വിളിച്ചെങ്കിലും നമ്മൾ മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. നമുക്കറിയാം, ഇപ്പോൾ വടക്കേന്ത്യ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ കൊടിയ വെള്ളപ്പൊക്കമാണ്, വലിയ നാശനഷ്ടങ്ങൾ, ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ച് മുഴുവൻ തകർന്ന് ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം വെള്ളം എടുത്തു പോയി. ഹല്ലേലൂയ. ഇപ്പൊ എന്താണ്, അവിടെ ജീവിതത്തിലൊന്നുമില്ല. ഓർത്ത് നോക്കി, നമ്മുടെ കേരളത്തിലെ 2018 വെള്ളപ്പൊക്കം നമുക്കറിയാം. ഇപ്പോൾ മഴയുടെ കാലഘട്ടമാണ്. നാം ഉണ്ടാക്കി വെച്ചതും പടുത്തുയർത്തതും വാരിക്കൂട്ടിയതും വെട്ടിപ്പിടിച്ചതും എല്ലാം പിടിച്ചു പറിച്ചതും മോഷ്ടിച്ചതും കൊള്ള പലിശയിലൂടെ ഉണ്ടാക്കിയതും അഴിമതിയിലൂടെ, കൈക്കൂലിയുടെ, പിടിച്ചുപറിയുടെ, കൊള്ള നടത്തിയും മോഷ്ടിച്ചും മാത്രമല്ല അപഹരിച്ചെടുത്തതും എല്ലാം ഹല്ലേലൂയ അമ്മയോട് പറഞ്ഞുണ്ടാക്കിയതും എല്ലാം നിന്റെ കയ്യിൽ നീ വലിയ ഡെപ്പോസിറ്റായി 2-3 തലമുറയ്ക്ക് തിന്നാൻ വേണ്ടി നീ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പ്രളയം വന്നാൽ മതി, എല്ലാം ഒറ്റയടി ശൂന്യമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം, അവന്റെ കൽപ്പനകളിൽ നടക്കണം. ഹല്ലേലൂയ. ന്യായവിധിയുടെ കരയപ്പോൾ എങ്ങനെ ഏത് നിമിഷത്തിൽ, ഏത് സാഹചര്യത്തിൽ, ഏത് ഭാവത്തിൽ, ഏത് രൂപത്തിൽ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതമായിരുന്നിട്ട് പഴയ പാതകളെ നോക്കി നല്ല വഴി ഏതെന്ന് തിരിച്ചറിഞ്ഞ് നല്ല വഴി നീ നടക്കുന്നെങ്കിൽ നിന്റെ ദേശത്ത് നടക്കുന്ന ന്യായവിധിയും ദൈവം നിന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നിലവിളിയാണ്, ഭാരതം മുഴുവൻ നിലവിളിയാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തെ തകർന്ന് തരുമ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവൻ അധാർമികത പെരുകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം സന്തോഷമായി കണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ ഈ സാജനം ശബത്ത് ആചരിച്ചപ്പോൾ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചപ്പോൾ ദൈവം അവരുടെ ദേശത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നു. അവരുടെ നിലം പുഷ്ടിപ്പെടും വിധം ദൈവം അനുഗ്രഹിച്ചു. അവര് ദൈവത്തെ മറുതലിച്ചപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ദേശം പോലും പുല്ലും പറക്കാരെയും കൊണ്ട് സ്തോത്രം മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ടു. അല്ലേ? മുള്ളുകളാലും പുല്ലുകളാലും പറക്കാറുകളിലും ഹല്ലേലൂയ വനം പോലെ തരിശായി കിടന്ന, കറ്റുപിടിച്ചു കിടന്ന ഭൂമിയെ ദൈവം എന്ത് ചെയ്തു? നല്ല ഫലപുഷ്ടിയുടെ ഭൂമിയാക്കി മാറ്റി കൊടുത്തു. അത് ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ ജീവിതത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ പ്രവൃത്തികളെ മാറ്റിയിട്ട് നീ മടങ്ങി വരുന്നെങ്കിൽ, നീ മടങ്ങി വന്ന നല്ല വഴി നടക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ തരിശായി കിടക്കുന്ന ജീവിതത്തിൽ, നിന്റെ തരിശായി കിടക്കുന്ന മനസ്സിനെ, നിന്റെ തരിശായി കിടക്കുന്ന ഹൃദയത്തെ, നിന്റെ തരിശ് ഭൂമിയെ, പഴയ ശൂന്യമായ നിന്റെ ജീവിതത്തെ ദൈവം മാറ്റിയെടുക്കുവാൻ, ഹല്ലേലൂയ, അതിനകത്തും വെളിച്ചം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ പറയാൻ തൂത്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ക്രൈസ്തവ സമൂഹത്തോട് പറഞ്ഞ് നീ മാനസാന്തരം മടങ്ങി വരണം. വേർപെട്ട കൂട്ടങ്ങൾ എന്ന് പറഞ്ഞ ബന്ധപുസ്തകാരാ, നീ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. നീ മദ്യത്തിനും മയക്കുമരുന്നിനും പാനസാരകൾക്കും ലഹരികൾക്കും ചൂതാട്ടങ്ങൾക്കും അഴിമതിക്കും അക്രമം കൈക്കൂലിക്കും കൊള്ളപ്പലിശയ്ക്കും വ്യഭിചാരത്തിനും പരസംഗത്തിനും പരസ്യവരെ പരപുരുഷ ബന്ധത്തിൽ അകപ്പെട്ട് പാപം ചെയ്ത് ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വന്നുകൊണ്ടിരിക്കുക. നീ മുഖാന്തരം ദേശത്ത് പാപം സംഭവിക്കുന്നു. നീ മുഖാന്തരം ദേശത്ത് ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. അതുകൊണ്ട് ഇത് പകൽ നീ മടങ്ങി വരണം. ക്രൈസ്തവ സമൂഹത്തിന് പറയട്ടെ, നിന്റെ അധാർമികമായ ജീവിത മുഖാന്തരം, മദ്യപാനം മുഖാന്തരം, വെറുക്കൂത്ത് മുഖാന്തരം, നീ ചെയ്തു കൂട്ടുന്ന ഹീനവും നിശ്ചയമായ നികൃഷ്ടമായ പാപപ്രവൃത്തികൾ മുഖാന്തരം ദേശം മലിനപ്പെടുകയാണ്. ദേശം മലിനപ്പെട്ട് കഴിയുമ്പോൾ നീ മാനസാന്തരം മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന പുരോഹിതന്മാരോട് പറയട്ടെ, ഹല്ലേലൂയ, ജനത്തിന്റെ പാപത്തെ ലഘൂകരിച്ച് കാണാതെ, അവരുടെ മുറിവിനെ ഹല്ലേലൂയ സ്തോത്രം ലഘുവായി ചികിത്സിക്കാതെ അവന്റെ പാപത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ശുശ്രൂഷ വെളിപ്പെടണം. പുരോഹിതന്മാർ പൈസ മേടിക്കാൻ വേണ്ടി മാത്രമിരിക്കും. പുരോഹിതൻ പൈസ മേടിച്ച് കുളച്ചു പതിച്ച് വീഞ്ഞുകൂടി ചട്ടക്കസിച്ച് സ്വന്തം കാര്യം സിദ്ധാമാന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായി മാറാതെ ജനത്തിന്റെ മുറിവിനെ തക്ക മരുന്ന് കെട്ടുവാൻ കഴിയണം. ജനത്തിന്റെ മുറിവിനെ കാണിച്ചുകൊണ്ട് പാപത്തെ കാണിച്ചു കൊടുക്കണം, പാപബോധം വരുത്തി കൊടുക്കണം. അല്ലെങ്കിൽ എന്നും പള്ളിയിലേക്ക് വന്നാൽ മതി എന്നുള്ള ചിന്ത മാറ്റി അവരെ വിശുദ്ധമായ ജീവിതം നടക്കുവാനായി പഠിപ്പിക്കണം. ഹല്ലേലൂയ. മാനസാന്തരം വേണം കേട്ടോ. ഹല്ലേലൂയ. നാം ഒരാൾ പോകാൻ നമ്മുടെ ദേശത്ത് ന്യായവിധി വരുവാൻ കാരണമാകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ നീയും ചെയ്തു വെക്കുന്ന, നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ മുഖാന്തരം, നമ്മുടെ പാപം മുഖാന്തരം ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുമ്പോൾ അതൊരു ദേശം മുഴുവൻ അനുഭവിക്കുമെന്ന് ഇവിടുത്തെ സകലവിധ ജാതികളും മതത്തോടും മത നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും പറയട്ടെ. നിന്റെ ജീവിതത്തിന് പാപമാണ്, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപമാണ്, ധാർമ്മികതയാണ് ഈ ന്യായവിധിയെല്ലാം ഇവിടെ വെളിപ്പെടാൻ കാരണം. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചു. സകല ജാതികളും ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചു, ദൈവത്തിന്റെ പ്രമാണത്തെ ലംഘിച്ചു, ദൈവത്തിന്റെ ചട്ടങ്ങളെ, വിധികളെ നിങ്ങൾ ലംഘിച്ചു. ഹല്ലേലൂയ. നീ മടങ്ങി വന്നാൽ ഹല്ലേലൂയ, ദൈവം പുതിയൊരു അനുഭവത്തെ തരും, രക്തം ചെയ്യും.
അപ്പൊ പാപത്തിന് പരിഹാരം വരുത്തണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധിക്കാണ് വിളിച്ചത്. അതുകൊണ്ട് അശുദ്ധിയുടെ ജീവിതം മാറ്റിവെച്ചിരുന്ന് വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. ആമേൻ. പത്രോസ് തന്നെ പറഞ്ഞത് എന്താണ്? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. 1 പത്രോസ് 1:15 കിടക്കുന്നു. പിന്നെ ലേവ്യ പുസ്തകമൊക്കെ വായിച്ചാൽ ഇത് തന്നെ കാണാൻ കഴിയും. നമ്മുടെ യഹോവയായ ദൈവം ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടോ? നിനക്ക് വിശുദ്ധി നടക്കാൻ കഴിയുന്നു? വിശുദ്ധിയുടെ വാക്കുകൾ നിനക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? വിശുദ്ധിയുടെ കണ്ണുകൾ നിനക്കുണ്ടോ? വിശുദ്ധിയുടെ അതരം നിനക്കുണ്ടോ? വിശുദ്ധിയുടെ കേൾവി നിനക്കുണ്ടോ? നിന്റെ കൈകാലുകൾ, നിന്റെ ശരീരം, നിന്റെ ജീവിതം വെടിപ്പാണോ? ഹല്ലേലൂയ. അതോ ഈ ലോകത്തോട് ചേർന്ന് ഇവിടുത്തെ മലിനതയിൽ വീണ് ഈ ലോകമാകുന്ന സമുദ്രത്തിൽ സകല ചെടിയും അശുദ്ധമായി നിറയപ്പെട്ട് നിൽക്കുന്ന സാത്താന്റെ അന്തിവത്തിൽ തുടർന്നു നിൽക്കുന്ന ഈ ഭൂമിയിൽ നീ അതിനകത്ത് വീണ് കിടക്കുകയാണോ? മാനസാന്തരപ്പെടണമെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ നമ്മളിവിടെ ഞഞ്ഞാപിഞ്ഞൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. പലരും അങ്ങനെയൊക്കെയാ പഠിപ്പിക്കുന്നത്. മരിച്ചാലുടനെ അങ്ങ് സ്വർഗത്തിൽ ചെല്ലുകന്ന. എന്നെ കേൾക്കുന്ന മാതാപിതാ, മരിച്ചാലുടൻ സ്വർഗത്തിൽ ചെല്ലത്തില്ല. മരിച്ചാലുടൻ സ്വർഗരാജ്യം നിനക്ക് കിട്ടണം. മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഭൂമി വെച്ച് തന്നെ നീ പഴയ പാതകളെ നോക്കി, ഹല്ലേലൂയ, പഴയ പാതകളെ നോക്കി ചോദിച്ച് ആദ്യം നടക്കണം. എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപത്തിന് പരിഹാരം വരുത്തി അവർ നിലവിളിയാണ്. അവിടെ പാപപരിഹാര യാഗം നടന്നു. ആ യാഗം മുഖാന്തരം അവിടെ വിശ്രാമം കിട്ടി, സ്വസ്ഥത കിട്ടി. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന്റെ പാപത്തെ നിനക്ക് ബോധ്യം വരുമ്പോൾ, ആ പാപത്തിന്റെ ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പരമയാഗമായി മാറി യേശു ക്രിസ്തുവിനെ നോക്കി നീ ആ പാതയിലൂടെ നടക്കുമ്പോൾ നിനക്ക് നിത്യയിലെത്താം. മാത്രമല്ല യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. സകല ജനങ്ങളും പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. സകല ജനങ്ങളും പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുകയാണ്. പാപിയായ മനുഷ്യ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്ത സ്വർഗരാജ്യത്തിന്റെ പടി പോലും നിനക്ക് കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. എന്താണ് പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത്? യോഹന്നാൻ സുവിശേഷം 1:12 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. 2 റോമാലേഖനം 10:9 വാക്യത്തിലേക്ക് കാണുന്നുണ്ട്. യേശുവിനെ കർത്താവെന്ന് യേശുവിനെ കർത്താവെന്ന് എന്ന് പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയതിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ, പത്രോസായാലും തോമാച്ചനായാലും മർക്കോസായാലും സുലൈമാനായാലും രാധാകൃഷ്ണനായ ഗോപാലകൃഷ്ണനായാലും രക്ഷിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കണം. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീ എന്നുള്ള ഭാഗം നിങ്ങളുടെ പേരെന്ന് ചേർത്താൽ മതി. അപ്പൊ ഹൃദയം കൊണ്ട് നീതിക്കാൻ വിശ്വസിക്കും, വായിലൂടെ രക്ഷിക്കാൻ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തിന്റെ മകനായി മാറും, ദൈവത്തിന്റെ മകളായി മാറുന്നു. നിന്റെ പാപത്തിന് പരിഹാരം കാൽവരി ക്രൂശിൽ ഒഴുകിയ രക്തമുണ്ടല്ലോ. അതുകൊണ്ട് 1 യോഹന്നാന്റെ ലേഖനം 1:7 യേശുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു. അത് ക്രൂശിലെ പരമയാഗം മുഖാന്തരം ഒഴുകപ്പെട്ട രക്തത്താൽ നിന്റെ ഹൃദയത്തിന്റെ, ജീവിതത്തിന്റെ, സംസാര നോട്ടത്തിന്റെ, വാക്കുകൾ, കേവലത്തിന്റെ, പ്രവൃത്തിയുടെ ആ ജീവിതത്തിലെ സകല അശുദ്ധി യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി നിന്നെ വെടിപ്പാക്കി ദൈവത്തിന്റെ മകനായി മകളായി നിനക്ക് സ്വർഗരാജ്യം ദൈവം അവകാശം തരും. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ തന്നെ നടക്കണം. എങ്ങനെയാണ് സ്വർഗരാജ്യം ചെല്ലാൻ കഴിയുന്നത്? അല്ലാതെ എല്ലാവരും പഠിക്കും, എല്ലാവരും സ്വർഗരാജ്യത്തിൽ ചെല്ലുകയില്ല. ഇനി മനുഷ്യൻ മരിച്ചതിന് ശേഷമായി മരണാനന്തരം ആ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് മോചനത്തിന് വേണ്ടി മരിച്ച മനുഷ്യന് വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ ആ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റത്തില്ല. നാം ജീവനോട് ഇരിക്കുമ്പോൾ വേണം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ബോധ്യപ്പെടും. തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ആ തെറ്റുകൾ നമ്മുടെ ഹൃദയത്തെ കുറ്റം വിധിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, സ്നേഹിത, നിന്റെ പാപത്തെ നീ ഏറ്റുപറയണം. പാപം ഏറ്റുപറയേണ്ട ആരോടാണ്? യേശു കർത്താവ് ഏറ്റുപറയണം. ഭൂമിയിൽ മനുഷ്യനെ ജനിച്ച ഒരു മത നേതാവിനോടോ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു മനുഷ്യനോട് നിന്റെ പാപം ഏറ്റുപറഞ്ഞാൽ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയില്ല. ഉലകം മുഴുവൻ നീ നടന്ന് ഉലകം മുഴുവൻ നടന്ന് നേർച്ച കാഴ്ചകൾ നടത്തിയാലും നീ ഏത് നദിയിൽ പോയി മുങ്ങിയാലും അങ്ങ് യോർദാനിൽ പോയി മുങ്ങിയാലും നിന്റെ പാപത്തിന് പരിഹാരം വരുന്നില്ല. പാപപരിഹാരം, പാപപരിഹാരം, പാപത്തെ ക്ഷമിച്ചു തരുന്ന, പാപത്തിന് ശുദ്ധീകരണം, പാപം പുറത്തുള്ള യേശുവിനോട് നിന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നീ ഉപേക്ഷിച്ചിട്ട് അവന്റെ കൽപ്പന സ്വീകരണം, പ്രമാണം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിലെത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യന്റെ മനസ്സ് നരയിച്ചു കിടക്കുകയാണ്.
കുടുംബങ്ങൾക്കകത്ത് ശാപമാണ്, കുടുംബങ്ങൾക്കകത്ത് ബന്ധനമാണ്, കുടുംബങ്ങൾക്കകത്ത് അസ്വസ്ഥതയാണ്, കുടുംബത്തിനകത്ത് എന്നും അരാശിതത്വമാണ്, നിലവിളിയാണ്, കണ്ണുനീരാണ്. ഒരു രാത്രി പോലും ഒരു പകൽ പോലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാത്ത നിലയിൽ കുടുംബം ചില നരകം പോലെയായിരിക്കുകയാണ്. പല കുടുംബങ്ങളും നരകമാണ്. റോഡിൽ കിടക്കുന്ന കടകളിൽ കിടക്കുന്ന ഈ മദ്യക്കുപ്പികളെല്ലാം വലിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിനകത്ത് വെച്ച് മദ്യം കുടിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ കുടുംബത്തോട് പറയട്ടെ, നിന്റെ കുടുംബം നരകമാണ്. അല്ലേലൂയ. ചില വീടുകൾക്ക് ചെല്ലുമ്പോൾ മുറ്റത്ത് അല്ലെങ്കിൽ സൈഡിലേക്ക് ചാക്കിനകത്ത് ബ്രാൻഡിക്കുപ്പി അടുക്കി വെച്ചിരിക്കുന്നത്. അല്ലേലൂയ. അപ്പൊ ചാക്ക് കണക്കിന് ബ്രാൻഡിക്കുപ്പി ഇരിക്കുന്ന വീടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലേലൂയ. റോഡിൽ കിടക്കുന്ന മദ്യം പണി കഴിഞ്ഞിട്ട് വേല ചെയ്ത് കിട്ടുന്ന പൈസ, ചോര വിയർപ്പാക്കി കിട്ടിയ പൈസ, അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ബ്രാൻഡ് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒന്നിച്ച് കുടിച്ചിട്ട് കുപ്പികളിൽ ശേഖരിച്ച് ചാക്കുകൾക്ക് എതിരെ പാട്ടവിറക്കി കൊടുക്കുവാൻ. അല്ലേലൂയ. ഇത്ര നീച്ചവും നികഷ്ടവും നിന്ദ്യമായ കുടുംബങ്ങൾ, ഇത്രമാത്രം ദൈവത്തെ അറിയാത്ത, ദൈവസേനയിൽ പാപം ചെയ്ത് ദൈവത്തിന് അകന്നു പോയ നികഷ്ട ബുദ്ധിയിലേക്ക് പോയ ജനം. എന്റെ ഏരിയ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഈ സഹോദരൻ കള്ളു കുടിച്ച് നെച്ചുമൊക്കെ വിരിച്ച് മീശയൊക്കെ കൊണ്ട് വിരിച്ച് അല്ലെങ്കിൽ 2 സിഗരറ്റൊക്കെ വലിച്ച് വീടിയൊക്കെ വലിച്ച് വരുന്ന കണ്ടു കഴിഞ്ഞാൽ അവനെന്തോ രാജാവാണെന്നാ തോന്നുന്നത്. എന്റെ കേൾക്കുന്ന സഹോദരൻ, നീയാണ് സമൂഹത്തിലെ ഏറ്റവും നീച്ചനും ഏറ്റവും ക്രൂരനുമായ, സമൂഹത്തിലെ ഏറ്റവും ചെടി പിടിച്ച മനുഷ്യൻ നീയാണ്, പാപം പിടിച്ച മനുഷ്യൻ നീയാണ്. എന്താ അങ്ങനെ പറഞ്ഞതല്ലേ? ഞാൻ 25 വർഷം അല്ലെങ്കിൽ മദ്യവെച്ച് വെളിവില്ലാത്ത സുബോധം നഷ്ടപ്പെട്ട് ഈ അവസ്ഥയിൽ നടന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ആവർത്തന പുസ്തകം 28 ഇപ്രകാരം ഇസ്രായേലിൽ വിശ്രാമം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ആവർത്തന പുസ്തകം 28 അധ്യായം നിങ്ങൾ വായിക്കണം. ആവർത്തന പുസ്തകം 28 അധ്യായം 1 തൊട്ട് 14 വരെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവനും ദൈവത്തെ ദൈവ കൽപ്പന അനുസരിക്കും പ്രമാണത്തിൽ ജീവിക്കുന്നവനും ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് കാണാൻ കഴിയും. എന്നാൽ ആവർത്തന പുസ്തകം 28 15 തൊട്ട് 69 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ദൈവകൽപ്പന നഷ്ടപ്പെടുത്തിയപ്പോൾ, ദൈവവചനം നഷ്ടപ്പെടുത്തിയപ്പോൾ, അവന്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തിയ പാപത്തിൽ വീട് കഴിഞ്ഞപ്പോൾ, ദൈവ വഴി വിട്ടുപോയപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന ശാപത്തെ കുറിച്ചാണ് പിന്നീട് അങ്ങോട്ട് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ആവർത്തന പുസ്തകം 28 അധ്യായം അതിന്റെ 65 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ആ ജാതികളിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രാമസ്ഥലം ഉണ്ടാകുകയില്ല. അത് ഈ ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്ന പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന ജാതികളിടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. നിന്റെ കാലിന് വിശ്രാമവും കിട്ടുകയില്ല. അല്ലേ? പാപം മനുഷ്യനെ കാർന്നെടുക്കുന്നു, പാപം മനുഷ്യനെ കൊന്നെടുക്കുന്നു, പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോടെ നീ എതിർത്ത് നിന്നിട്ടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ പാപത്തിൽ വീഴുന്ന ഈ ജാതികളോടൊപ്പം ജീവിക്കുന്നിടത്തോളം കാലം നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല, നിന്റെ കാലിന് വിശ്രാമം കിട്ടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, കാലിന് വിശ്രാമം ഉണ്ടാകിയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. ഇവിടെ എന്താണ് നിനക്ക് കിട്ടുന്നത്? ദൈവം എന്താണ് തരുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ആ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയം, മങ്ങുന്ന കണ്ണ്, ഹല്ലേലൂയ, നിരാശയുള്ള മനസ്സും തരും. പാപത്തിന്റെ ജീവിതത്തിൽ പെരുകുമ്പോൾ ഈ അവസ്ഥയിലൂടെ നീ കടന്നുപോകും. ആ ജാതികളുടെ നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല, നിന്റെ കാലുകൾക്ക് വിശ്രാമമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വചനം പറയുകയാണ്, നിരാശയുള്ള മനസ്സ്. ഹല്ലേലൂയ, സ്തോത്രം. നിരാശയുള്ള മനസ്സ്. ഹല്ലേലൂയ. സ്തോത്രം. നിരാശയുള്ള മനസ്സ്. ഹല്ലേലൂയ. നീ മടങ്ങി വരണം. നിരാശയുള്ള മനസ്സ്, വിറയ്ക്കുന്ന ഹൃദയം, മങ്ങുന്ന കണ്ണുകൾ. അങ്ങനെയല്ലേ സഹോദരന്റെ ജീവിതം? അങ്ങനെയുള്ള സഹോദരന്റെ ജീവിതം. 99% വീടുകളിലും മദ്യം വാങ്ങി വെച്ച് കുടിക്കുന്ന നാനാ ജാതികളും നാനാ വിഭാഗത്തിലും എല്ലാ മതങ്ങളും മത നേതാക്കന്മാരും മദ്യത്തിനടിമയായി മാറി. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് മദ്യപാനികൾ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ഞങ്ങൾ അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട്, ഞങ്ങൾ കൃപയുണ്ട്, പ്രഭാവനങ്ങൾ ഉള്ളവരാണെന്ന് പറയുന്ന അനവധി നേതാക്കന്മാരടക്കം ഇന്ന് വൈനടിക്കുന്നു, ബിയറടിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വൈനും ബിയറും ഒക്കെ അടിച്ച് ഇവിടെ അടിക്കാൻ പറ്റാത്ത വിമാനത്തിൽ പോയി അടിക്കുന്നു, വിമാനത്തിൽ കയറുമ്പോൾ അടിക്കുന്നു, വിമാനത്തിൽ അടിച്ച് പുറത്ത് രാജ്യത്തിൽ ചെല്ലുമ്പോൾ അവർ കൊടുക്കുന്നത് അടിക്കുന്നു. അവിടെ ജനം കിടക്കുന്ന ഒരു പക്ഷേ ചിലപ്പോൾ അവിശ്വാസിയുടെ വീടായിരിക്കും, അവരൊക്കെ അടിക്കും. അപ്പൊ അച്ഛൻ അടിച്ചു എന്ന് പറഞ്ഞാൽ അതും കുടിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ആളുകളൊക്കെ എനിക്കറിയാം. പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവി, ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് മദ്യപാനികൾ. ഹല്ലേലൂയ. മദ്യപാനി ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാവി, ഇതിന്റെ പാപത്തിന്റെ വഴി വിട്ട് നീ മടങ്ങി വരണം.
പാപത്തിന്റെ വഴി വിട്ട് നീ മടങ്ങി വന്ന് നീ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇരമ്യാവ് ഇപ്രകാരം പറഞ്ഞത്. ഇരമ്യാവ് ഈ വചനം പറയുമ്പോൾ ഇരമ്യാവ് എവിടെ കിടക്കുന്നത്? ബാബേൽ പ്രവാസത്തിലാണ്. ബാബേൽ പ്രവാസത്തിൽ ഇസ്രായേലിനും പാപം ചെയ്തുകൊണ്ട് അവർ പ്രവാസത്തിലെത്തി. അല്ലേലിയ. പ്രവാസത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അടിമകളായി മാറി. അവർ കഷ്ടത അനുഭവിച്ചു. നിലവിളി അവിടെ ഉയർന്നു. ആ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. ആ നിലവിളി സ്വർഗത്തിൽ ദൈവം കേട്ടതുകൊണ്ട് അവരെ ദൈവം മടക്കിക്കൊണ്ട് സ്വന്തം ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ വഴികളിൽ ചെന്ന് അല്ലെങ്കിൽ പഴയ പാതകളിൽ നോക്കി ചോദിച്ചാൽ അത് ആ വഴി നടക്കാൻ പറഞ്ഞത്. നമ്മുടെ പിതാക്കന്മാരെ മടക്കി വരുത്തി അവർക്ക് വിശ്രാമം കൊടുത്ത് സ്വസ്ഥത കൊടുത്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവി നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം. പ്രൈസലോ. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മുതലായി മാറണം. പ്രൈസലോ. അല്ലെ. അപ്പൊ ആവർത്തന പുസ്തകം 28 എപ്രകാരം ഇസ്രായേൽ വിശ്രാമം നഷ്ടപ്പെട്ടു ശാപത്തിനും വേദനയ്ക്കും അർഹരായി തീർന്നുവെന്ന കാര്യം മനസ്സിലാക്കണം. അവർ ദൈവമായ കർത്താവിന്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ സംഭവിച്ചത് എന്ത്? ആ ജാതികളിടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടെങ്കിലും നിന്റെ കാലിൽ വിശ്രമസ്ഥലം ഉണ്ടാകിയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരുമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അല്ലേ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ദൈവവചനങ്ങൾ നിങ്ങൾക്ക് വഴികാട്ടിയായി മുന്നറിയിപ്പ് തരും. ദൈവവചനങ്ങൾക്ക് വഴികാട്ടിയായി സകലജനത്തിനും ദൈവവചനം വഴികാട്ടിയായി മുന്നറിയിപ്പ് തരികയാണ്, ശബ്ദമായി തീരുകയാണ്. നിങ്ങൾ കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആത്മാവിന് വിശ്രാമം ലഭിക്കും. അല്ലേലൂയ. അതെ, നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോൾ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വിശ്രാമം ദൈവം തരും. അല്ലേലൂയ. കർത്താവ് ഓരോ പ്രാവശ്യം വിശ്രമത്തിലൂടെ വഴി നടത്തുന്ന നേതാക്കന്മാരെ നിയോഗിച്ചിരിക്കുന്നു. മോശ ഇസ്രായേലിന്റെ ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അല്ലേലൂയ. മോശ ഇസ്രായേലിനെ ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ചെങ്കടൽ കടന്നു വരും വിധം അവർക്ക് ദൈവം അത്ഭുതം ചെയ്തു. അതുപോലെ തന്നെ യോശുവയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമി ജീവിതം കടന്ന് വിശ്രമത്തിൽ ദേശമായ കനാനിലെത്തി. മോശയുടെ ചെങ്കടൽ വായിച്ചു. യോശുവയുടെ എരിഹോമിനെ തകർത്ത് യോർദാനെ വിഭാഗിച്ച് അവരെ ജാതികളെ നീക്കുക സ്വസ്ഥത കൊടുത്തു കനാനിൽ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവി, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചെങ്കടൽ പോലെ യോർദാൻ പോലുള്ള ജീവിതത്തിന്റെ പ്രശ്നം ജാതികൾ നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ പാപത്തിന്റെ വഴികളിലേക്ക് നീ പോകുമ്പോൾ നീ നീക്കിക്കളഞ്ഞ് ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് കർത്താവ് യേശുവിന്റെ പരമയാഗം നീ വിശ്വസിക്കുന്നെങ്കിൽ, അത് നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ സ്വസ്ഥത കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിത, പിന്നെ യോശുവയുടെ നേതൃത്വത്തിൽ അവർ മരുഭൂമി കടന്ന് വിശ്രമം ദേശിക്കാനായി പ്രവേശിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച പ്രകാരം അവർക്ക് ചുറ്റും യുദ്ധമില്ലാതെ വിശ്രമം നൽകി. അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞു, യുദ്ധമില്ലാത്ത രാജ്യം, അത് ദൈവം നിന്റെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം, നിനക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്ത യുദ്ധമില്ലാത്ത രാജ്യം ഇസ്രായേലിന് കൊടുത്തതുപോലെ ദൈവം നിങ്ങളുടെ ശത്രുക്കളെ വിടുവിച്ച് നിങ്ങൾക്ക് പുതിയ വഴികളെ തുറന്നു തരും. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ പാതകളെ ഓർത്തും നടക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ മടങ്ങി വരണം. അപ്പൊ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ എന്നാണ് വചനം പറയുന്നത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്രാഹിം ലേഖനം 4:1 വായിക്കുന്നുണ്ട്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ വായിക്കണം കേട്ടോ. പിതാക്കന്മാർ കടന്നുപോയ വഴികളും അവരുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തിയത് മുഖാന്തരം അവർക്ക് ലഭിച്ച സ്വസ്ഥതയെക്കുറിച്ച് വിശ്രാമത്തെക്കുറിച്ച് ഇമാങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പഴയ പാതയിൽ നടക്കുക എന്ന് ഇരമ്യാവ് പറയുമ്പോൾ പൂർവ്വപിതാക്കന്മാർ നടന്ന ആ പഴയ പാതയിൽ കൂടി നടക്കുവാൻ ഇന്ന് യുവതലമുറയ്ക്ക് താല്പര്യമില്ല. പൂർവ്വപിതാക്കന്മാർ നടന്ന ആ പാതയിലൂടെ നടക്കുന്നത്തെ യുവതലമുറയ്ക്ക് താല്പര്യമില്ല. പിതാക്കന്മാരുടെ പഴഞ്ചൻ രീതിയിൽ ആധുനിക യുഗത്തിന് ചേർന്നതല്ല എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇപ്പോൾ നമ്മൾ പറയൂ കഴിഞ്ഞ കാലത്ത് പിതാക്കന്മാരുടെ കാലഘട്ടമൊന്നുമല്ല. ഇത് കഴിഞ്ഞ കാലത്ത് പിതാക്കന്മാർ ശക്തമായി ദൈവത്തിൽ കഴിഞ്ഞ കാലം പഴയ അനുഭവങ്ങളുള്ള ഒരുപാട് ദൈവദാസന്മാരുണ്ട്. അവരിന്ന് ഇതൊക്കെ ആരാ? ഇതൊക്കെ പഴഞ്ചനാ, ഇതൊക്കെ ഇന്നത്തെ ഞങ്ങൾക്കെല്ലാം ന്യൂ എല്ലാം ഞങ്ങൾക്ക് പുതിയത് വേണം. അങ്ങനെ അവിടെ പോയി തട്ടി കളിച്ച് ചാടി മറിയുന്ന ഒരു കൂട്ടമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ പിതാക്കന്മാരുടെ പഴയ രീതിയിൽ ആധുനിക യുഗത്തിന് ചേർന്നതല്ല എന്നാണ് അവർ പറയുന്നത്, അവരുടെ അഭിപ്രായം. എന്നാൽ പഴയത് തന്നെ ഉത്തമം എന്ന് ഇവിടെ ദൈവം പറയുന്നത്. പഴയത് തന്നെ ഉത്തമമാണ്.
അല്ലേലിയ. നമുക്ക് മുമ്പേ കടന്നുപോയ പിതാക്കന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാർ അവർ സത്യത്തിന് വേണ്ടി നിന്നവരാണ്, വിശുദ്ധിക്ക് വേണ്ടി നിന്നവരാണ്, അവർ ദൈവജനത്തെ അനുസരിച്ചവരാണ്. പഴയ പാതയെ നോക്കി പിതാക്കന്മാരെ കണ്ടുപഠിച്ച് അവർ ആ പാതയിലൂടെ നടന്നു വന്നവരാ. അതുകൊണ്ട് ഇന്നത്തെ തലമുറയോട് പറയട്ടെ, ആ പഴഞ്ചൻ രീതി വേണ്ട എന്ന് പറഞ്ഞ് നീ മാറി ഇന്നത്തെ ന്യൂജന്റെ പുറകെ നീ പോയാൽ നിന്റെ ജീവിതം അപകടമാണ്, കട്ടപ്പുകയാണ്. നിന്റെ ജീവിതം നരകത്തിലേക്ക്, നരകാന്തിക പാതാളത്തിലേക്ക് പോകും. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പം പഴയ പാതകൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പൂർവ്വപിതാക്കന്മാർ അംഗീകരിച്ചു വന്ന ദൈവിക പ്രമാണങ്ങളാണ്. പഴയ പാതം വെച്ചാൽ പൂർവ്വപിതാക്കന്മാർ അംഗീകരിച്ചു വന്ന ദൈവിക പ്രമാണങ്ങളാണെന്ന്. നമ്മോടുള്ള ബന്ധത്തിൽ അത് കർത്താവും അപ്പോസ്തലന്മാരും പഠിച്ചിട്ടുള്ള ഉപദേശങ്ങളാണ്. അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് വിശ്രാമം ലഭിക്കുകയുള്ളൂ. അപ്പൊ പഴയ പിതാവ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുസരിച്ച് വന്നതുപോലെ, യേശുക്രിസ്തു അപ്പോസ്തലന്മാരും അനുസരിച്ച് വന്നതുപോലെ നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ വിശ്രാമം പ്രാപിക്കുകയുള്ളൂ, നാം നിത്യതയിൽ എത്തുകയുള്ളൂ. കണ്ണുകളടച്ചാട്ട് വായിച്ചു പറഞ്ഞാൽ, നിങ്ങൾ വഴികളിച്ച് നല്ല വഴികൾ ഏതൊന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചത് നടപ്പിലെന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭരണൂക രാജ്യം 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ജനം മാനസാന്തരം മടങ്ങി വന്ന പാപത്തിന്റെ വഴികളെ വിട്ട് പിതാക്കന്മാർ കടന്നു വന്ന പാതകളെ നോക്കി ആ പാതയിലൂടെ നടക്കുവാൻ ഇന്നത്തെ ന്യൂ ജനറേഷൻ എടുക്കണമേ. ഇന്നത്തെ കൗമാരക്കാരെ, യൗവനക്കാരെ, വാർത്തകളുള്ളവരെ ഭാവിയെ പാപത്തിന്റെ വഴി വിട്ട് മടങ്ങി വന്ന് ഈ ലോകമോഹങ്ങൾക്ക് വേണ്ടി നിത്യ നരകത്തിലേക്ക് പോകാതെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ കേൾക്കുന്ന വചനത്തെ ദൈവജനത്തെ അനുസരിച്ചുകൊണ്ട് കർത്താവ് ജീവിതത്തിലും ഭൂമിയിലും സ്വർഗ്ഗരാജ്യം പൂർണ്ണ വിശ്രമ സ്വസ്ഥതകളെ തീരുവാൻ ജനത്തെ ഒരുക്കണം, സകലങ്ങൾക്ക് ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.